ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ജന്മത്തെ ഒരിക്കലും പറയാൻ പോകുന്നില്ല ജീവിതത്തിൽ. ഞാൻ 4 ദിവസമായി ഇതുവരെ പോയിട്ടില്ല ബാത്റൂമിൽ. എങ്ങോട്ടാണോ പോകുന്നത് ഈ കഴിക്കുന്ന ഫുഡൊക്കെ? വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ നിങ്ങൾ ചിന്തിക്കുവാണ് ഞാൻ ഏത് ഷോർട്ട് വീഡിയോ ഉണ്ടാക്കേണ്ടതെന്ന്. എൻ്റെ ഐഡിയ കുറച്ച് ഐഡിയ ഉണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ള ഏതെങ്കിലും കറക്റ്റായിട്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്ന വല്ലതും ഉണ്ടാകുന്നു. എടാ മുതൽ നിൻ്റെ ഐഡിയ വല്ലതും ഉണ്ടോ? പിന്നെ എന്തിനാണ് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ? എന്തായാലും ഇനി അമ്മയോ അച്ഛനോ ആരുമില്ല വീട്ടിൽ. അമ്മ ആഹാരം ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ബുർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ചിക്കിയത്. ഇത് എത്ര മുട്ട ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്കിത് കഴിക്കാം. ഞാൻ ഒരു ജോലിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ മടി പിടിച്ചിരിക്കുകയാണെന്നോ? നിനക്കെന്താടാ നിന്റെ മോങ്ങുന്ന? ഒന്ന് നിർത്ത് മോങ്ങുന്നത്. ഞാൻ കുറച്ച് വെള്ളം മേടിച്ചിട്ട് വരാം. അതുകൊണ്ട് ചിലപ്പം എൻ്റെ മൈൻഡ് ഫ്രഷ് ആവുമായിരിക്കും. ഇത് ആരുടെ ചെരുപ്പ്? എപ്പോൾ നോക്കിയാലും കാണുമല്ലോ ഇവിടെ. ഇത് ആരുടെ ചെരുപ്പാണ്? ഇപ്പം എന്തായാലും അത് ചിന്തിക്കാനുള്ള സമയമില്ല. വീട്ടിൽ കറണ്ട് പോവാണെന്ന് പറയരുത് കേട്ടോ. അത് ലൈൻമാനാണ്. അത് കണ്ടിട്ട് കറണ്ടായിട്ട് തോന്നുന്നില്ല. AC ഇവിടെ അല്ലെന്ന് തോന്നുന്നു. നല്ല കേബിളിൻ്റെ ആയിരിക്കും. അപ്പം ഞാൻ വെള്ളം മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ജന്മത്തെ ഒരിക്കലും പറയാൻ പോകുന്നില്ല ജീവിതത്തിൽ. ഞാൻ 4 ദിവസമായി ഇതുവരെ പോയിട്ടില്ല ബാത്റൂമിൽ. എങ്ങോട്ടാണോ പോകുന്നത് ഈ കഴിക്കുന്ന ഫുഡൊക്കെ? അമ്മ എന്നെ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, വന്ന് മേടിക്കുന്നു പറഞ്ഞ് വിളിക്കുന്നത്. എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മുടി ചകിരി കണക്ക് ഇരിക്കുന്ന ദൈവം മറ്റേ ആ ക്രീം തീർന്നു. മെയിൻ റീസൺ ഇവിടുത്തെ വെള്ളമാണ് എൻ്റെ വീട്ടിൽ. ആ വെള്ളം കഴിഞ്ഞ ഒരു സോഫ്റ്റ് ചെയ്യാനുള്ളൊരു ക്രീം ഉണ്ടായിരുന്നു. അത് 1000 രൂപയാണ്. അതെൻ്റെ ഉപയോഗിച്ച് തീർന്നു. അത് നീ ഒരെണ്ണം കൂടി മേടിക്കണം. ഇപ്പം എൻ്റെ പൈസ ഇല്ല. അപ്പം യൂട്യൂബിൻ്റെ പൈസ വരട്ടെ എന്നിട്ട് മേടിക്കാം. യൂട്യൂബിൽ നിന്ന് ഒരു 1000 രൂപ എനിക്ക് വേണ്ടി ചിലവാക്കാടെ, കുഴപ്പമില്ല. ഇന്ന് പക്ഷേ സമയം എടുക്കും. 2 ആഴ്ച പിടിച്ചേ പൈസ കിട്ടത്തുള്ളൂ. ആൻറ്റിയെ ചിരിച്ചിട്ട് പോകുന്നതിനെ. അമ്മ ഇവിടെ എവിടെയെങ്കിലും കാണണമല്ല. കമോൺ ടേക്ക് ടേൺ റൈറ്റ് ടേൺ. അമ്മ ചിലപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ കാണാം. അതുമില്ല. ഒരു റൈറ്റ് ടേൺ കൂടി നോക്കട്ടെ. വേണ്ട നിൽക്കുന്നു. അമ്മ ചെറിയ മീനെന്ന് പറഞ്ഞിട്ട് ഇതെന്ത് വാങ്ങിച്ചിട്ടുണ്ട്, കൊഴുവായി വാങ്ങിച്ചിട്ടുണ്ട്. എത്ര രൂപ? 400 രണ്ടും കൂടെ. കൊള്ളാം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂടി ഇപ്പോൾ 800 രൂപയാണ്. ഇറച്ചിക്ക് 400 തോന്നുന്നു. 1 കിലോ മേടിച്ചോളൂ. 400 450 കാണും. പിന്നെ മീനും 400. അമ്മ ഇപ്പോൾ ബാങ്കിലെങ്ങാണ്ട് പോകുക. അതുകൊണ്ട് എനിക്ക് തന്നു കിട്ടും. അഭിനയിക്കൊന്നും വേണ്ട, കിട്ടത്തില്ല. എനിക്ക് മണം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കറങ്ങി വരുന്നത് കണ്ട. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മറ്റേ വാഷിംഗ് മെഷീൻ മേടിച്ച് എത്ര ദിവസമായെന്ന്? 20 വാഷ 30 വാഷ ആയെന്ന് തോന്നുന്നു. അല്ലെ 2-3 ആഴ്ച, അല്ലെ 1 മാസമായ. 1 മാസം ആയെങ്കിൽ ഈ സാധനം യൂസ് ചെയ്ത് ടബ് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം. അതിൻ്റെ ഇൻറ്റീരിയർ എന്തോ സംഭവം ക്ലീനാക്കി തരും ഇത്. അപ്പോൾ ഇതിട്ട് നമ്മളത് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് ഇന്നാണോ ആയോ എന്ന് ഡൗട്ടായിട്ടിരിക്കുമായിരുന്നു ഞാൻ. എന്തായാലും ക്ലീൻ ചെയ്തേക്കാം. എൻ്റെ കയ്യിലെടുത്തതല്ലേ. അടുത്തത് നമുക്ക് പ്രോപ്പറായിട്ട് കൗണ്ട് വെച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ചെയ്യാം. ഇത് എന്തായാലും ഇന്ന് ചെയ്തേക്കാം. അമ്മ ഫുള്ളും കവറൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഗൈസ്, ആ ഡിറ്റർജൻറ്റ് കണ്ട, അത് ടോപ്പ് ലോഡിൻ്റെ വെച്ചാൽ ഇതിനിടുന്ന ഡിറ്റർജൻ്റ് ആയത്. ഇത് മറ്റേ പൊക്കത്തുനിന്നുള്ള വാഷിംഗ് മെഷീൻ ടോപ്പ് ലോഡ് ഇടുന്നത്. ടോപ്പ് ലോഡ് ഇടാൻ പാടില്ല. ടോപ്പ് ലോഡ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഫോമൊക്കെ വരും. പിന്നെ അത് മഷീന് കൊള്ളത്തില്ല. സഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഫോമാണ്. മഷീന് കൊള്ളത്തില്ല. ഇത് പൊക്കത്തുനിന്നുള്ള വാഷിംഗ് മെഷീൻ മാത്രം ഇടുന്നത്. ഈ ഫോട്ടോയ്ക്കകത്ത് കണ്ട. അപ്പോൾ അത് ഇടാവുള്ളൂ. വേറെ നോക്കിയും അവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മഷീന് തീരുമാനമാക്കി തരും. ഇത് ഇടരുത്, വില കൂടുതലാണ്. അത് തന്നെ മേടിച്ചിടണം. അത് തന്നെ അതിന് വേണ്ടത്. അതുകൊണ്ടാണ് ഇത് വേണം നമുക്ക്. ഇവിടെ ഇതിനകത്തിടാം. ഇവിടെ കംഫർട്ട് ഇരിക്കുന്നു. കംഫർട്ടാ, കുഴപ്പമില്ല. ഇത് ഇവിടെ ഇടാം. അല്ലെങ്കിൽ നമുക്ക് മഷീൻ്റെ അകത്തോട്ട് തന്നെ ഇടാം. മഷീനകത്തിടാം നമുക്ക്. ഇവിടെ ഇട്ടേക്കിട്ടത് ഇത് ഫുള്ള് വിടണം. ഓൺ ചെയ്യാം. ഇവിടെ ഈ ടഫ് ക്ലീൻ്റെ ഓപ്ഷൻ ഇല്ല. ടഫ് ക്ലീൻ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. കണ്ട ഇതേ ഇത് തന്നെയല്ലേ. TCN എന്ന ഇത് വന്നിട്ടുണ്ട്. ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അതായിക്കോളൂ. അമ്മ ഓൾറെഡി മീൻ ഉണ്ടാക്കിയോ? നീ ഇതിനകത്താണെന്ന് തോന്നുന്നു. ഇതെന്തോ മീനിൻ്റെ മുട്ടയാ? എനിക്ക് എവിടേക്കാ സ്മെല്ലല്ലേ. വാഴയിലെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതെന്തുവാണ്? കിഴിയാ? എന്തോ അതിന് പറയുന്നത്? പൊള്ളിച്ചെടുത്തതാ. കിഴിയൊന്നും കൊടുക്കാൻ നല്ല സ്മെല്ലായിട്ടാ ഇപ്പൊ കഴിക്കണത്. പച്ചക്കുരുമുളക് ഇല്ലേ? പക്ഷെ ഇതിപ്പോ ഇത് മാത്രം കഴിച്ചാൽ നിങ്ങൾക്ക് ഇന്നലെ മനസ്സിലായല്ലോ എനിക്ക് സീനാണെന്ന്. ഇറച്ചി കൂടി കഴിക്കണം. അയ്യോ മീനിന്റെ മുട്ട. നിങ്ങളെ കാണിച്ചിനി നിങ്ങളുടെ വായിൽ നിന്ന് വെള്ളം ഇറക്കുന്നില്ല. എല്ലാ മാസവും എൻ്റെ ബ്ലോഗ് പലതാ. ഈ മാസം എനിക്കൊരു ചാലഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ്. അടുത്ത മാസം ഒരു ചാലഞ്ച് ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് ഇനി നിർത്തും. പിന്നെ ഇവിടെ ചാലഞ്ച് ഒന്നുമില്ല. അടുത്ത മാസം ചാലഞ്ച് സീനായിരിക്കും. പക്ഷേ ഇതുവരെ ഉള്ളതെല്ലാം ചിലപ്പോൾ പോകും ആ ചാലഞ്ചായിട്ട്. അത് ഈ മാസം തീരട്ടെ. അടുത്ത മാസം 4-ാം തീയതി ആകുമ്പോൾ അത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ വീഡിയോസിനാണ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഇപ്പോഴും അതന്നെ ചെയ്യുന്നത്. അപ്പോൾ കേസ് അമ്മ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്.
ഇത് സ്റ്റീം ചെയ്താണ് എടുത്തിരിക്കുന്നത്, ഓയിലൊന്നും ഇട്ടിട്ടില്ല. അമ്മേൻ്റെ ഡയറ്റിനെ ഹെൽപ്പ് ചെയ്യുവാണെന്ന് തോന്നുന്നു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ മേടിച്ചേക്കാം. ഇതാണ്. കണ്ടാ ഞാൻ ജിമ്മിൽ പോവാ, വരുന്നുണ്ടാ? ഇത് മൈൻഡ് എങ്ങനെ ചെയ്യടാ, നിന്റെ പേര് ഞാനാ ഇട്ടത്. അത് നാണം കെടുത്തോണ. ഈ ഡയറ്റ് തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാത്റൂമിൻ്റെ ഹിസ്റ്ററിയും കൂടെ പറയുന്നെന്ന് ഓർത്തിട്ട് എനിക്ക് വയ്യ. എന്നാലും കുറേ ദിവസങ്ങളായിട്ട് ഞാൻ പോയി. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ആരെങ്കിലും ചോദിക്കുവാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാമെന്നും പറയാൻ പറ്റത്തില്ല, കൊള്ളത്തിനൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ ഇവിടെ കിടക്കുന്നൊരു എങ്ങനെയെങ്കിലും ആട്ടെ. എത്ര ദിവസമായി മെയിൻ ചാനൽ വീഡിയോ ഉണ്ടാക്കിയിട്ട്? ഇത് ഞാൻ ഡെയിലി പറയുന്നുണ്ട്, കുറേ ദിവസമായി, 4 ദിവസം കണ്ടായെന്ന് തോന്നുന്നു. ഞാൻ ലോങ് വീഡിയോ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് എത്ര ഡിലേ വരുന്നത് അല്ലേ? പക്ഷേ ഒരു 5 ദിവസത്തെ ഡിലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മെയിനായിട്ട് ഞാൻ ലോങ് വീഡിയോ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇത് ഡേ 11 ഓഫ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ്. ആദ്യം തന്നെ ഞാൻ ചെയ്തത് 25 കിലോയുടെ ലാറ്റിൻ റൈസ് ആണ്. 22.5 കിലോ എല്ലാം ഉണ്ടായിരുന്ന കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ 20 കഴിഞ്ഞിട്ട് 25 ഉള്ളൂ. 25 ചെയ്യാൻ എനിക്ക് കുറച്ച് ഫോമിനും ബുദ്ധിമുട്ടുണ്ട്, വെയിറ്റും കൂടുതൽ. അതുകൊണ്ട് ഞാൻ എന്തായാലും 20 കിലോ തന്നെ തിരിച്ചു വന്നിട്ട് അതിനകത്ത് റെപ്സ് കൂട്ടിയടിക്കുക. അടുത്ത വർക്കൗട്ടിന്റെ 75 കിലോയുടെ മിലിറ്ററി പ്രസ് ആയിരുന്നു. ഞാൻ എല്ലാ വർക്കൗട്ടിലും ഓൾമോസ്റ്റ് 8 റെപ്പിന്റെ പൊക്കത്ത് പോകാൻ പറ്റാത്തൊരു വെയിറ്റ് എടുക്കാറുള്ളൂ. ഇത് ഓൾമോസ്റ്റ് എന്റെ മാക്സിലാണ്. 8 കൂടുതൽ എനിക്ക് അടിക്കാനേ പറ്റത്തില്ല. അടുത്ത ലാറ്റ്സ് പുൾ ഡൗൺ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടിലും 5 കിലോ ഞാൻ കൂട്ടിയിട്ടുണ്ട് പ്രോഗ്രസീവ് ഓവർലോഡിന് വേണ്ടി. കുറച്ചുകൂടി കൂട്ടാൻ വേണമെങ്കിൽ, പക്ഷെ കാലിൽ ലോക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെറുതെ പൊങ്ങിപ്പോകും, ഞാൻ ട്രൈ ചെയ്യുന്നില്ല. അടുത്ത എക്സസൈസിന്റെ ടീ ബാർ ആയിരുന്നു. ഇതിനകത്ത് ഞാൻ 10 കിലോ കൂട്ടിയിട്ടുണ്ട്, 80 കിലോ കളിക്കുന്നത്. ഇത് ജസ്റ്റ് കുനിഞ്ഞ് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ സീൻ. കൈവച്ച് വലിക്കുന്ന വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എനിക്ക്. പിന്നെ അടുത്ത എക്സസൈസിന്റെ റേ ഡെൽറ്റ് ആയിരുന്നു. അതിനുവേണ്ടി 2 കൈ ഒരുമിച്ച് കളിച്ചത്. വെയിറ്റഡ് പുള്ളപ്പ് സത്യം പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതായിരുന്നു. ഞാൻ 5 കിലോ കുറച്ച് 15 കിലോ തൂക്കിയിട്ടിരിക്കുന്നത്, എന്നാലും മഹാപാടായിരുന്നു. ഹ്യൂമൻ ഫ്ലാഗ് ആണ് പുറകിലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഹ്യൂമൻ ഫ്ലാഗ് ആദ്യം ചെയ്യുന്നത് നല്ലത്, അവസാനം ചെയ്യാൻ എന്റെ എനർജി ഇല്ല. എന്റെ എപ്പോഴാണ് ഒരു ഫിറ്റ്നസ് ചാനലായെന്നറിയത്തില്ല. ഇത് ഈ 1 മാസം 1.5 മാസത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വെച്ച് ഇപ്പോൾ ഇത് മെയിനായിട്ടിരിക്കുന്നത്. ഇത് ഞാൻ ശ്രദ്ധിക്കുക ചെയ്യാൻ പറ്റത്തില്ല, എടുക്കുന്നത് ശ്രദ്ധ കൊടുക്കണം. നാളെ എന്തെങ്കിലും വീഡിയോ ചെയ്തേ പറ്റൂ. അത് ഞാൻ ഇന്ന് രാത്രി ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ടി വരും. ഏതപ്പം 10:30 എന്നിട്ടാണ് ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങുന്നത്. 9:00 ഇറങ്ങുന്നത് ഞാനാണ്. അത് ജിമ്മ് കൂടുതൽ ചെയ്തുകൊണ്ടൊന്നും അല്ല, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ജിമ്മിൻ്റെ പുറത്തായിട്ട് ഞാൻ കൂട്ടുകാരായിട്ട് സംസാരിച്ച് സമയം പോയത്. എത്ര സമയം ഇങ്ങനെയല്ലോ. വീട്ടിൽ അച്ഛൻ വഴക്ക് പറയുന്നുണ്ടോ, അമ്മ വഴക്ക് പറയുന്നുണ്ടോ, ആരൊക്കെ വഴക്ക് പറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും വീട്ടിൽ എത്തുമ്പോൾ അറിയും. എൻ്റെ മുടി വെട്ടാൻ തോന്നുന്നുണ്ട് എനിക്ക്. ഇപ്പോൾ വെള്ളം സീനാണ്, അതിൻ്റെ മുഖത്ത് ക്രീമും തീർന്ന് ആ മുടിയെ തേക്കുന്ന. പിന്നെ എനിക്ക് വണ്ണവും കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് മുടി ഇത്രയും കൂടി കിടന്നു കഴിഞ്ഞാൽ എന്തോ ഉണക്ക്. ചെറുതായിട്ടൊന്ന് വെട്ടി ഒന്ന് ഷേപ്പാക്കി നോക്കുന്നു, ഒതുങ്ങുന്നില്ല. അല്ലെങ്കിൽ കുറച്ചൊരു വലുതായി കഴിഞ്ഞിട്ട് കെട്ടിയിടാൻ പറ്റും. അമ്മ പുറത്തിരിക്കുന്നല്ല, ഞാൻ അവിടെ വേറെ നിൽക്കുവായിരുന്നു. ഇത്ര നേരം അവിടെ 9:30 ആയപ്പോൾ അടച്ചു. എന്നെ വഴക്ക് പറയും, നിങ്ങളെല്ലാം ചോദിച്ചു അമ്മ എടുക്ക്. ഇത്ര ജിമ്മ് കഴിഞ്ഞിട്ട് അവിടെ കുറച്ചു നേരം നിന്നേ അമ്മ. ശരി അച്ഛനാ ഗേറ്റ് അടയ്ക്കാൻ പോവാണ്. ഞാൻ ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് വരട്ടെ. ഏതിപ്പോൾ നമ്മൾ പിന്നെയും തണുത്ത വെള്ളം മേടിക്കാൻ പോവുകയാണ്. പൈസ വേസ്റ്റ് ആണല്ലേ. അച്ഛൻ കേൾപ്പിച്ചേനെ തന്നെ, എന്നാലും എന്നെ ഇപ്രാവശ്യത്തേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെ ലേറ്റായിട്ട് അങ്ങനെ സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കാറില്ല. അതുകൊണ്ട് റുട്ടീനെക്കാട്ടിയും കുറച്ച് വ്യത്യാസം വേണ്ട അവരെൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. ഒന്ന് സോഡയും കുടിച്ചേ, കാരണം കൂടി വെള്ളത്തിൻ്റെ കൂടി. കമോൺ ക്രോസ് ദ റോഡ്. ഞാൻ കുറച്ച് ഹെവി പർച്ചേസായ വെള്ളത്തിൻ്റെ കൂടെ ഞാൻ സോഡയും മേടിച്ച്. ഞാൻ വരെ ചെറിയ ബോട്ടിൽ മേടിക്കായിരുന്നത്. ഇതിപ്പോൾ ഏത് കമ്പനിയാണെന്ന് അറിയത്തില്ല കേട്ടോ. 1 ലിറ്റർ മേടിച്ചു. ഇനി ഗേറ്റും അടയ്ക്കണം. ഇനി കുളിച്ചിട്ട് സാവകാശം വെള്ളം കുടിക്കുക, പിന്നെ മീൻ കഴിക്കും. അപ്പോൾ ഞാൻ കുളിച്ചു. നമ്മുടെ ഫൈനൽ ഡിന്നർ ഓഫ് ദി ഡേ. ഫൈനൽ അല്ല, ഇതായിട്ട് കുറച്ച് ഇറച്ചി കൂടി കഴിക്കാനുണ്ട്. അപ്പം ഇത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടറാണ്. എന്താണെന്ന് കാണണ്ടേ? ചെറിയ മീനാണ് ഇത്. കൊഴുവെന്ന് പറയാൻ തോന്നുന്നു. കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ അതൊക്കെ ഇടേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വറുത്തെടുത്തത്. പച്ചക്കറി ഒന്നും പാടില്ലല്ലോ, അപ്പോൾ തേങ്ങയെ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിന്നെ കറി വെക്കാതെ ചെറുതായിട്ട് വറുത്തതിനെടുത്തത്. ഏത് അമ്മ കിടന്നിറങ്ങി, എല്ലാവരും കിടന്നിറങ്ങി, ലൈറ്റൊക്കെ ഓഫാക്കി ഒരു ആനിമ വല്ലതും ഉണ്ടെന്ന് കണ്ടേക്കാന്ന് പറഞ്ഞിരിക്കുക. ഈ പാതിരാത്രി നിന്ന് കാണുന്ന മാറ്റണം. വെറുതെ അല്ലേ ഞാൻ രാവിലെ 10 മണിയാകുമ്പോൾ എഴുന്നേക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത് ചിലപ്പം സ്വപ്നത്തിൽ എനിക്ക് ഐഡിയ കിട്ടണം. നാളത്തെ ഷോർട്സിൻ്റെ വീഡിയോ ഷോർട്സ് ചാനലിനകത്ത് ഇടേണ്ട വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.